ഈശ്വരാ. ഇതാ ഇത് ദിലീപിന്റെ സിനിമയില്ല പാട്ട് പറയാനാ വീഡിയോ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാമോ? ഇല്ല. ഇന്നത്തെ ചലഞ്ച് വെജിറ്റബിൾ ചലഞ്ച് ആണ്. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഐറ്റം സെറ്റ് ആക്കി എടുക്ക് സാധനം ഐറ്റം എടുക്ക്. ഇത്രത്തോളം വെജിറ്റബിൾ ആണ് നമ്മളിവിടെ. എന്നെ കാണുന്നുണ്ടോ? ഇന്ന് ഗോകുൽ ഉണ്ടായിരുന്നു പള്ളിയത്ത് ചന്ത. അപ്പൊ ഗൈസ് ഇത്രത്തോളം വെജിറ്റബിൾ ആണ് നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ടുള്ള എന്താ ചലഞ്ചാണ് നടത്താൻ പോകുന്നത്. എന്താ ചലഞ്ച് എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഇതിവിടെ നിരത്തിയിടും, എന്നിട്ട് കണ്ണ് കെട്ടിയിട്ട് നമ്മൾ പറയുന്ന വെജിറ്റബിൾ ഇപ്പൊ നിങ്ങളെ ഗെയിം കളിക്കുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഓരോ വെജിറ്റബിൾ എടുക്കുന്നതിനും 50 രൂപ വെച്ചിട്ട് ഞാൻ തരുന്നതായിരിക്കും. ഇന്നത്തെ ചലഞ്ചിന്റെ സ്പോൺസറും ചലഞ്ച് കണ്ടുപിടിച്ചതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ എല്ലാം മനസ്സിലായില്ലേ? വെജിറ്റബിൾസ് ഞാൻ പറയുമ്പോഴത്തെ ഇപ്പൊ ചേന ആണെങ്കിൽ ചേന എന്ന് പറയും. കണ്ണ് കെട്ടിയിട്ട് ചേന എവിടെ ഉണ്ടെന്ന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം. സെറ്റല്ലേ? അങ്ങനത്തെ ഗൈസ് നമ്മളിതാ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാധനത്തിന് ഇവിടെ കണ്ണും കെട്ടിയിരിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താ ഇതിൽ വെജിറ്റബിൾസ് സെലക്ട് ചെയ്യണേ. മനസ്സിലായില്ലേ? നമ്മൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ പോവാണ്. ഇനി ഇതിന്റെ അകത്ത് എന്താണ് സെലക്ട് ചെയ്യണ്ടേ? ഓ ഒന്ന് തെറിച്ചു. ഇതിന്റെ അകത്ത് വെജിറ്റബിൾ മാത്രമല്ലേ പഴയെല്ലാം ഉണ്ട്. പഴം തന്നെ പറയാം, എനിക്ക് ഞാൻ കിട്ടും. അതുപോലെ തന്നെ പഴമുണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇങ്ങനത്തെ 2 ഐറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ മുളകിന്റെ അകത്ത് 2 തരം മുളകുണ്ട്. ചുവപ്പ് മുളകുണ്ട്, പച്ച കളറുണ്ട്. അത് തന്നെ, അതെല്ലാം സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതിന്റെ അകത്ത് നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് 50 രൂപ വീതം തരുന്നതായിരിക്കും. അപ്പൊ അമ്മ പറഞ്ഞു 3 എണ്ണമാണ് സെലക്ട് ചെയ്യണ്ടേ. അമ്മ പറഞ്ഞു ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോട്ടെ. ഇഞ്ചി ഇതിന്റെ അകത്ത് സെലക്ട് ചെയ്യണം. സനു ടൈമർ വേണോ? നമുക്കൊരു ഊഹം വെച്ചെങ്കിലല്ല അല്ലേ? സെലക്ട് ചെയ്ത സനു ഇഞ്ചി ഇതിന്റെ അകത്ത് സെലക്ട് ചെയ്യാം. ടൈമിലുണ്ടേ. മിനിമം ഒറ്റയടിക്ക് കൈ കൊണ്ട് അങ്ങനെ അറിയാൻ പാടില്ല. ഒറ്റയടിക്ക് കൈ കൊണ്ട് താത്തിയിട്ട് സെലക്ട് ചെയ്ത് പോവാ. ഇതിൽ ഇഞ്ചി ഇല്ല, അതിൽ ഇഞ്ചി ഇല്ല, GC ഇല്ല. അമ്മ GCB ഇത് അതൊന്നും ചിരിക്കുന്നൊന്നും പറയട്ടായിരുന്നു. ഇത് കിട്ടിയ എന്താ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങാണ് സന് സെലക്ട് ചെയ്തിട്ടുള്ളത്. പൊട്ടിയിട്ടുണ്ട്. ഇനി 2 സെലക്ഷനും കൂടി ഉണ്ട്. ആദ്യത്തെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇനി ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം. ആ സെലക്ട് ചെയ്തോ? രണ്ടാമത്തെ ഞാൻ സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്തോ? എല്ലാവർക്കും തൊണ്ടവേനും പനിയായി. അടുത്തായിട്ട് സെലക്ട് ചെയ്യേണ്ടത് വെണ്ട സെലക്ട് ചെയ്ത് തരണം എനിക്ക്. ഇതിന്റെ അകത്ത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഒറ്റ ചൊട്ടക്ക് കൊടുക്ക. ഇത് വെണ്ടയല്ലേ, ഇത് ബീൻസ് ആണ് ഗൈസ്. രണ്ടാമത്തതും അബദ്ധം പറ്റിയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇതിന്റെ അകത്ത് പണിഷ്മെന്റ് ഉണ്ട്. രണ്ടാളോട് പറയാൻ പറഞ്ഞതല്ല, പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ബീൻസ് ആണ്. അടുത്തതായിട്ട് അമ്മ എന്താ പറഞ്ഞു? ഏതാ പറയണ്ടെന്ന് വെച്ചാ അമ്മ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. മാങ്ങ സെലക്ട് ചെയ്ത് കൊടുക്കാൻ മതി. പച്ച കളർ മാങ്ങ. ഇത് മാങ്ങ മാങ്ങ റൈറ്റ് ആൻസർ. അപ്പൊ കെട്ടായിക്കല്ലേ കണ്ണിന്റെ. അപ്പൊ എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ട്? കണ്ണിന്റെ ലഭ്യമില്ല. എന്താണ് ഇവിടുന്ന് പേടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ മാങ്ങ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാങ്ങ സെലക്ട് ചെയ്തതിന് പകരമായിട്ട് സനുവിന് ഈ പൈസക്കകത്തുനിന്നും ഒരു 50 രൂപ കൊടുക്കുന്നതായിരിക്കും. അത് കാണിച്ചു കൊടുക്ക്. 50 രൂപ ഗോപിക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പൊ എന്താ ഒരു മാങ്ങ സെലക്ട് ചെയ്തത്. അടുത്തതായിട്ട് അമ്മയാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ കണ്ണ് കെട്ടിയിട്ട് വരാം ഗൈസ്.
അപ്പൊ ഇത് ഗൈസ് അടുത്തായിട്ട് കളിക്കാൻ പോകുന്നത് അമ്മയാണ്. സെറ്റല്ല അമ്മ? അപ്പൊ എനിക്ക് ഇതിന്റെ അകത്തുനിന്ന് ഓറഞ്ച് ഒന്ന് സെലക്ട് ചെയ്ത് തരണം അമ്മ. ഒറ്റ പ്രാവശ്യമാണ് കൈവച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പാടില്ല. ഒറ്റ പ്രാവശ്യം അതിലേക്ക് കൈവെക്കുക, കണ്ടുപിടിക്കുക. ഉരുളക്കിഴങ്ങ് കൈവച്ചിട്ട് അത് കഴിഞ്ഞ കള്ളക്കളിയുടെ ആശാന്ന് വെച്ചാ അമ്മ അതിനെ ഈവ കൈവച്ചിട്ട് എന്താണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ പറയുന്ന ഉരുളക്കിഴങ്ങ് കൈവച്ചിട്ട് നേരെ അപ്പുറത്തെ വിലക്ക് ചാടിയതാ. അതുകൊണ്ട് ഇതിന് മാർക്കില്ല. അപ്പൊ സനു തന്നെ ഒന്ന് സെലക്ട് ചെയ്യണ്ട. അമ്മേനോട് പറഞ്ഞോളൂ. ചേന ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അമ്മേ. കൈകുട്ടി ചേന. ഇത് ബീറ്റ്റൂട്ട് ആണ്. ചേനയിൽ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ചേന ഇവിടെ ഉണ്ട്. മണക്കൂല. ഞാനെന്ത് വേണ്ടതാ മണക്കുവാ ചേന ഇല്ല. അപ്പൊ ഗൈസ് രണ്ടാമത്തേലും അമ്മ ഓട്ടിട്ടുണ്ട്. ഇനി അവസാനത്തെ സെലക്ട് ചെയ്യണം. ഇനി പറഞ്ഞോ ഇഷ്ടമുള്ള ബീൻസ് സെലക്ട് ചെയ്ത് കൊടുക്കണം സനൂരി. എന്താണ് അമ്മേ ഉറങ്ങിപ്പോയാ? അപ്പൊ ഗൈസ് ബീൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബീൻസ് ഒരുപാടുണ്ട്. അപ്പൊ ഒന്ന് അമ്മ അടിച്ചു മാറ്റിയിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് കണ്ണെല്ലാം കെട്ട് കഴിച്ചിട്ടുണ്ട്. എന്താ അമ്മ സ്ഥിതി? പൈസ ഇതെങ്ങനെയെങ്കിലും വായ ഒന്ന് അടച്ചു കിട്ടിയാലല്ല തുറന്നാല് പൈസ ചെയ്തിട്ട് പോവാ. അങ്ങനെയല്ലേ കണ്ടുപിടിക്കുക. 50 രൂപ കൊടുക്കണം, കൊടുത്ത് ഒഴിവാക്കണ്ടാണ്. അപ്പൊ ഗൈസ് 50 രൂപ കൊടുത്ത് അമ്മേനെ ഒഴിവാക്കുവാണ്. അമ്മേനുള്ള പ്രതീക്ഷയും പോയി. ഒറ്റൊന്ന് മാത്രമാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ടൈപ്പായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത ഞാനല്ലേ പൈസ കൈ വെച്ച് ഗോപിക്ക്. അടുത്തതായി കളിക്കാൻ പോകുന്നത് ഗോപിക അല്ല, നന്നായിട്ട് കണ്ടിട്ട് അടുത്തായി കളിക്കാൻ പോകുന്നത് ഗോകുലാണ്. അപ്പൊ ഗോകുലന്റെ കണ്ണ് കെട്ട് കെട്ടടാ. വേർത്തൊലിക്കുന്നുണ്ടല്ലോ. നല്ല ചൂടാ. നിനക്കല്ല ചൂടായാക്ക് ആദ്യം അറിയാം. നന്നായിട്ട് കിട്ടി. ഹായ് മാവോയിസ്റ്റ്. ഇത് കാണുന്നൊന്നുമില്ല. ഓക്കെ കാണില്ല. എത്രയാ ഇത് 3. ആ 3 തന്നെയാ. പോടാ അതിലെന്താ പോടേ. ഓക്കെ അല്ല എല്ലാം മിക്സ് ചെയ്തേക്കട്ടെ. എന്തിനും വേറൊരു സൂര്യോദയം. റെഡിയാ? എന്താണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഞാൻ പറയുന്നത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കൈവച്ചതെടുത്തോ, കൈവച്ചതെടുത്തോ. ഇതാ ഇതാണ് എന്റെ നാട്ടിലെ ചെറിയ ഉള്ളി. ഇതാണ് ചെറിയ ഉള്ളി. അപ്പൊ രണ്ടാമത് അമ്മ പറഞ്ഞോളൂ. ഒരു മാങ്ങ എടുത്തോട്ടെ അമ്മക്ക് കറി വെക്കാൻ. അമ്മക്ക് കറി വെക്കാൻ ഒരു മാങ്ങ വേണം. കറിയും വായിച്ചു കൊടുത്തേ. മാങ്ങ വെക്കാൻ തക്കാളി വെച്ചു. കറി വെക്കാൻ പോയി മാങ്ങക്ക് പകരം തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതും പോയി. അപ്പൊ അടുത്തത് അടുത്ത ഞാനല്ലേ പറയണ്ടേ? അമ്മ എന്നാ അമ്മ പറഞ്ഞോട്ടെ. ഓറഞ്ച് എടുത്തോ. അമ്മക്ക് ഓറഞ്ച് വേണം. എടുക്കട്ടെ. നല്ല ഓറഞ്ച്. അങ്ങനെ നമുക്ക് അങ്ങനെ 3 ചോദിച്ച് 3 ഫെയിലായിരിക്കാണ്. എന്താടാ അച്ചാള് തലയിലിട്ട് ഓടിക്കും. അല്ലാതെ കൊണ്ടൊന്നും നടക്കൂല. അപ്പൊ ഈ ഗെയിമിൽ വിന്നർ ആയിട്ടുള്ളത് ഞാനും എന്റെ അമ്മയുമാണ്. നീ നീച്ചു പോക്കോ. പൈസ ആക്കുകൊണ്ടേ. പൈസ തരുന്നതല്ല ഗൈസ്. ഇത്രയും പൈസ വെച്ച് കളിച്ചിട്ട് 50 രൂപ 100 രൂപയാണ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഭാഗ്യം സെലക്ട് ചെയ്യാത്ത ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത ചാലഞ്ചിനുണ്ടാവും. തീർന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ സ്പോൺസർ എന്തായാലും എനിക്ക് ശേഷം ഭാഗ്യം
ഗെയിം പൊട്ടിയവനും എല്ലാത്തിനുള്ളത് ഇവൻ തന്നെയാണ്. അല്ല ഇന്നലൊക്കെ ഒരു ഭാഗ്യമുണ്ട്. എന്താ വെച്ചാല് 50-100 രൂപ മാത്രമേ പോയിട്ടുള്ളൂ. ഇവര് സെലക്ട് ചെയ്യുന്ന ഇതെന്താ അമ്മേന്റെ മാത്രമേ വിഷമം പോയത്. ഇവര് എന്താ വെച്ചാല് സെലക്ട് ചെയ്ത് ഞാൻ 3 സെലക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ എല്ലായിട്ടാ വന്നത്. പക്ഷെ എന്താ ആർക്കും ഒറ്റ പോലും എടുത്തിട്ടില്ല. അപ്പൊ എന്താ ഇതിന്റെ പേരെന്താ അമ്മേ? പടവലം. ഇതിന്റെ അകത്ത് പടവലവും പഴവും അതുപോലെ ഓറഞ്ച് എല്ലാം ഉണ്ട്. ഇതിന്റെ അകത്ത് ഓറഞ്ച് പറഞ്ഞില്ല. ഇതിനെ പറഞ്ഞില്ല. പറഞ്ഞില്ല. ബീട്രൂട്ട് പറഞ്ഞില്ല അല്ലേ? പറഞ്ഞില്ല തോന്നുന്നു. ഇതിന്റെ അകത്ത് ഒരുപാട് പച്ചക്കറിയെല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ആർക്കും വലിയ രീതിയിൽ എടുക്കുവാനും വായിക്കില്ല അല്ലെ? അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ചലഞ്ച് അവസാനിക്കുമ്പോൾ പണിഷ്മെന്റ് വേണമല്ലോ. 50 രൂപ എടുത്ത് കയ്യിൽ വെച്ചു. അമ്മേന്റെ 50 രൂപ കാണുന്നില്ലല്ലോ. അല്ല പണിഷ്മെന്റ് അങ്ങനെ വേണോ? ഞാൻ സ്പോൺസർ ചെയ്ത് പണിഷ്മെന്റ് ഞാനൊക്കെ സ്പോൺസർ ആയതുണ്ട്. ഞങ്ങൾക്ക് പക്ഷെ പണിയും കിട്ടരുത്. അപ്പൊ ഇത് ഏത് പണി കഴിഞ്ഞ ഇതിന്റെ അകത്ത് എന്താ മറന്നുപോയില്ലേ പണിഷ്മെന്റ് തരണ്ടേ? അങ്ങനെ പലതും പരിപ്പാറുന്നില്ല. ക്ഷമിക്കുകയാണ്. എന്താ ഇത് മുളക് എടുത്തിയായിരുന്നു? മുളകൊക്കെ അതാണ് നിന്റെ എനിക്കുള്ള പണിഷ്മെന്റ്. എന്താ ഓറഞ്ച് എല്ലാം ഉണ്ട്. അതുപോലെ അതൊന്നും വേണ്ടാലോ. അതൊക്കെ ഞങ്ങൾക്കുള്ളതല്ലേ. അത്ര വലിയ ബന്ധുക്കളിലേക്ക് പോകണം. അപ്പൊ ഇതാ നല്ലൊരു നല്ല പൈസ കുറിച്ച് കടിക്കുന്ന നായിനാണ് അവസ്ഥയല്ലേ. അപ്പൊ പച്ചമുളക് ഉണ്ട്. നമുക്ക് പച്ചമുളക് തിരിക്കാം. ഇത് ഒറ്റ കടി അടിച്ചാ പോലെ ഇഷ്ടം പോലെ. അപ്പൊ ഗൈസ് ഞാനിതാ പച്ചമുളക് കഴിക്കാൻ പോവാണ്. ഈശ്വരാ മോനെ നീ നേരമില്ലേ? ഇതാ ഇത്രയും ഞാൻ അകത്താക്കി. കയ്യിൽ കഴിഞ്ഞോട്ടെ. എങ്ങനെയുണ്ട് ഗോകു? നല്ല വേദന ഉണ്ട്. നല്ല എരിച്ചലുണ്ട്. ദിലീപിന്റെ സിനിമയില്ല പാട്ട് പറയാനാ. അപ്പൊ നല്ല വീഡിയോ അല്ല. എന്താ നിങ്ങൾക്കെല്ലാം ഹാപ്പി അല്ലേ? നിങ്ങളൊക്കെ ഹാപ്പി ആയിരുന്നു. ഞാൻ ഹാപ്പി അല്ല. അതാണ് ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും, ചിലപ്പോൾ സന്തോഷിക്കേണ്ടി വരും. അതാണല്ലോ ലൈഫ്. എന്റെ തത്വം പറ. വായിൽ നല്ല തത്വം വരുന്നുണ്ട്. അമ്മക്ക് എന്താ പറയാനുള്ളത്? വല്ലാത്തൊരു കഷ്ടായി പോയി. അതല്ലേ ഓരോന്നെടുത്ത് തലവ് ചീറ്റി. ഇനി ഇന്ന് ഗോകുൽ കക്കൂസ് ഇറങ്ങൂല. നല്ല എരിച്ചലും പുകച്ചലായിരിക്കും. വീഡിയോ അപ്പൊ ഗൈസ് മുളക് നിന്നിട്ട് എന്താ എല്ലാം കഴിഞ്ഞു വയ്ക്കുന്നത്. കാരണം ഏതോ രാജ്യത്തെത്തിപ്പോയി. അവസാനിപ്പിക്കല്ലേ വീഡിയോ? അമ്മ ഇവിടുത്തെ ഓരോന്ന് കിട്ടുന്നതാ. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവാണ്. എല്ലാരും ഹാപ്പി അല്ലേ? പൈസ എല്ലാം കയ്യിലില്ലേ? ഇതിനായിട്ട് പോയിക്കില്ല. നിനക്കൊന്ന് മാറിയിരുന്നൊന്ന് കിടക്കണം എന്നാണ്. എങ്ങോട്ടല്ലോ നോക്കുന്നില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.